ഹായ് ഫ്രണ്ട്സ്, നമുക്കിവിടെ പൃഥ്വിരാജിൻ്റെ അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ അതുപോലെ ദിലീപ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഡബിൾ സ്റ്റാൻഡ്, ത്രിബിൾ സ്റ്റാൻഡ് ഇതൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പൊളിച്ചടക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ മീനാക്ഷിയുടെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിനു മുന്നേ എൻ്റെ ഈ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടൺ കൂടി അമർത്തുക കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ പൃഥ്വിരാജിനെ പൊളിച്ചടക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ അഖിൽമാരാർ പറയുന്ന ചെറിയൊരു വോയിസ് അതിനുള്ളിൽ കേൾക്കേണ്ടതുണ്ട് പൃഥ്വിരാജിനെ പൊളിച്ചടക്കുമ്പോൾ. ഒപ്പം അതും കൂടി കേട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പലപ്പോഴും പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കുട്ടിഘോഷിച്ച് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തെന്ന് പറഞ്ഞ് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജിനെ തന്നെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ എന്റേതായ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മലയാള സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ആൾ ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുവിന് വേണ്ടിയിട്ട് 5 പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ് അവിടെ. അത് മാത്രമല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലെ നായകൻ മോഹൻലാലാണ്. അയാൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തുകൊണ്ടൊരു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അയാളുടെ നിർമ്മാണത്തിൽ ഒരു പുതുമുഖങ്ങളുടെ സിനിമ വന്നില്ല. പകരം ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ 2010 കൊണ്ടുവന്ന നടനാണ് നിവിൻ പോളി ഉൾപ്പെടുന്ന ആ മലർവാടിയിലെ സകല ആൾക്കാർക്കും. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ തനിക്ക് ആദ്യമായി ഒരു സിനിമ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് വേണ്ട മലയാളത്തിൽ പുതിയതായിട്ട് ആരും വരണ്ട, നീ വേണമെങ്കിൽ എന്നെ വെച്ചൊരു പടം ചെയ്തു, ഞാൻ നിർമ്മിച്ചോളാം എന്ന് അയാൾ ചിന്തിച്ചിട്ടില്ല. അയാൾ എത്രയോ സിനിമകൾ പുതിയ ആൾക്കാർ വരാൻ വേണ്ടി ചെയ്തു. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ എത്രയോ സിനിമകൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അവസാനം മെമ്പർ രമേശൻ എന്ന് പറയുന്ന ഒരു സിനിമ പോലും ഹരിശ്രേഷ്ഠൻ ചേട്ടന്റെ മകൻ അർജുനെ വെച്ചിട്ട് നായകനാക്കി ചെയ്യുന്നത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ്. അതേസമയം വലിയ വായ്ത്താളങ്ങൾ അടിച്ച ഈ പൃഥ്വിരാജ് ഒരിക്കൽ പോലും മലയാള സിനിമയിലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തന്റെ സഹോദരന് വേണ്ടി പോയിട്ടും 10 പൈസ മുടക്കി അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയിൽ സിനിമ ചെയ്തില്ല. അതേസമയം ദുൽഖർ സൽമാൻ എന്താ ചെയ്യുന്നത്? ദുൽഖർ സൽമാൻ പുതിയ തലമുറയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു സ്പേസ് ഒരുക്കി കൊടുക്കലാണ്. മുമ്പ് മണിയറയിലെ അശോകൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന വളരെ കൊച്ചു പടം പോലും അദ്ദേഹം ചെയ്യുന്നു. ഗിർഗറിയൊക്കെയാണ് അതിലെ നായകൻ. പുതിയൊരു ആൾക്കാർ വരട്ടെ. അപ്പൊ ഇതൊന്നും ചെയ്യാതെ വായ്ത്താളം മാത്രം അടിക്കുന്ന ഒരാളായിരുന്നു പൃഥ്വിരാജ്. ഇവിടെ അഖിൽമാരാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒക്കെ കറക്റ്റാണ്. അഖിൽമാരാർ പറയുന്നത് എല്ലാ കാര്യങ്ങളും ശരിയാണെന്നല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. പിന്നെ പൃഥ്വിരാജ് എന്ത് ചെയ്തു? പുതുതലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ദുൽഖർ സൽമാൻ പോലും പുതുതലമുറയ്ക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. പൃഥ്വിരാജ് വെറും വായത്താളമല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് സംഭവം ശരി തന്നെയാണ്. പൃഥ്വിരാജിന്റെ ഡബിൾ സ്റ്റാൻഡ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട്, അമ്മ സംഘടനയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി പൃഥ്വിരാജ് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ അകത്തേക്ക് പോകട്ടെ, മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്, അകത്തേക്ക് പോകട്ടെ, പോയി വന്നിട്ട് ഞാൻ ഒന്നല്ലെങ്കിൽ ദിലീപിനെ ഔട്ടാക്കും, അല്ലെങ്കിൽ ഞാനായിന്ന് ഒഴിയും. എന്തായാലും 2 കാര്യം ഞാൻ എടുക്കുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യവും അവിടെ സംസാരിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങളോട് വന്ന് പറയാമെന്ന് പറഞ്ഞ് പൃഥ്വിരാജ് വലിയൊരാളെ പോലെ കയറിപ്പോയി. ശരി തന്നെയാണ്, ദിലീപിനെ അതിന് ഔട്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒരു കുറ്റാരോപിതനാണ് ആ സമയത്ത്, ഔട്ടാക്കി. അപ്പോൾ അന്ന് അങ്ങനെ പൃഥ്വിരാജ് എടുത്തപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചത്? അതിജീവിതയ്ക്ക് ഒപ്പമായിരിക്കുമെന്ന്. എന്നാൽ അതിജീവിതയ്ക്ക് ഒപ്പം ഉണ്ടോ പൃഥ്വിരാജ്? അതുമില്ല. രണ്ടുമില്ലാത്ത സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അതിജീവിതയെ പരിപോഷിപ്പിക്കാനല്ല, അവിടെ പക തീർക്കാനാണ് പൃഥ്വിരാജ് നോക്കിയത്. അതായത് ദിലീപിനെ എങ്ങനെയെങ്കിലും ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാക്കുക എന്നൊരു പക തീർക്കലാണ് അവിടെ നടന്നത്. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എങ്കിൽ ആ കുട്ടിക്ക്, അതിജീവിതയ്ക്ക് എത്രയോ സിനിമ നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്തു, എത്രയോ സിനിമ പൃഥ്വിരാജ് പ്രൊഡ്യൂസറായി. പൃഥ്വിരാജ് അഭിനയിച്ച സിനിമകൾ പോട്ടെ, അഭിനയിച്ച സിനിമകളിൽ അവിടുത്തെ അയലത്തെ സംവിധാനം പ്രൊഡ്യൂസറൊക്കെ ആവും നിയമിക്കുക. പക്ഷെ പൃഥ്വിരാജ് എന്തോരം ഡയറക്റ്റ് ചെയ്തു, അതുപോലെ എന്തോരം പ്രൊഡ്യൂസ് ചെയ്തു. ഈ അതിജീവിതയെ ഒരു സിനിമയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. റെപ്യൂട്ടഡ് ആയിട്ടുള്ള നടന്മാരെ വെച്ച് മാത്രം സിനിമ ചെയ്ത ആളാണ് പൃഥ്വിരാജ്. സ്വന്തം ചേട്ടനെ പോലും ഉയർത്താൻ ആൾ തയ്യാറായിരുന്നില്ല. മോഹൻലാൽ എന്നൊരു കഥാപാത്രത്തെ വെച്ച് ചെയ്താൽ വൻ ഹിറ്റാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരെ വെച്ച് പൃഥ്വിരാജ് ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ പുതുതലമുറയെ ആരെങ്കിലും ഉയർത്തിയോ? ഇല്ല. ഇനി പോട്ടെ, ഈ അതിജീവിതയെ ഉയർത്തിയോ? ഇല്ല. അതിജീവിതയെ ഒരു സിനിമയിൽ പോലും കാണിച്ചില്ല. ശരിക്കും നന്നായി അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയാണ് അതിജീവിത. പുതുതായിട്ട് കൊണ്ട് ട്രൈ ചെയ്യിക്കാനല്ല, നന്നായിട്ട് അഭിനയിച്ച് നമ്മളെല്ലാവരും കണ്ട് ഓരോ കഥാപാത്രവും നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആളാണ് ഈ അതിജീവിതയെ ഉയർത്താൻ ശ്രമിച്ചില്ല പൃഥ്വിരാജ്. ഇത്രയും കാലം വരും. ഇനി ദിലീപിനെ ഇന്നലെ ഇറക്കി പുറത്ത് മിനിഞ്ഞാന്ന് ഇറങ്ങിയപ്പോഴും പൃഥ്വിരാജിൽ നിന്നിട്ട് ഒരു പുതുതലമുറയിൽ നിന്നിട്ട് എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞു. പക്ഷേ പൃഥ്വിരാജ് ഇത്രയും വലിയ സ്റ്റാൻഡ് എടുത്ത ആൾ ഒരു വാക്കുപോലും ഇതിനെതിരെ പറഞ്ഞില്ല. നല്ലതും പറഞ്ഞില്ല, ചീത്തയും പറഞ്ഞില്ല. അപ്പോൾ എന്താണ് പൃഥ്വിരാജിൻ്റെ സ്റ്റാൻഡ്? എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കതിനോട് ഒട്ടും താല്പര്യമായിട്ട് തോന്നുന്നില്ല പൃഥ്വിരാജിൻ്റെ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വഴുതി മാറി നിൽക്കുന്നു. ഇവിടെ ആസിഫ് അലി വരെ വന്നിട്ട് അഭിപ്രായം പറഞ്ഞു, അതിജീവിതയെ പിന്താങ്ങുന്നുണ്ട്, ഒപ്പം തന്നെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞപ്പോൾ അത് കോടതി വിധിയെ ഞാൻ മാനിക്കുന്നുണ്ട്, എനിക്കിതിനെക്കുറിച്ച് പറയാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് പൃഥ്വിരാജ് വന്നില്ല?
ആ പൃഥ്വിരാജ് ആരെയും നന്നായി ഉയർത്താൻ ഇതാക്കില്ല, നന്നായി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വെച്ച് സിനിമ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനി ക്രൈം ഓൺലൈൻ എന്നൊരു ചാനലുണ്ട്. ആ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാവ്യ ഗൾഫിലെ ഒരാളെ കല്യാണം കഴിച്ചു പോയി. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ദിലീപിനെ പൊക്കി പറയുന്നു. കുറേ കാര്യങ്ങളൊന്നും ദിലീപിനെ പൊക്കി പറയേണ്ട ഒരു ആവശ്യകതയില്ല. അവിടെ മഞ്ജു വാര്യർക്കെതിരെ കുറേ വിരോധങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് കേട്ടോ. മഞ്ജു വാര്യർക്ക് എന്താണ് ദിലീപിനോട് ഇത്ര വിരോധം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് പറയുന്നത് എന്താ, നമുക്ക് വോയിസ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം, അതിനുശേഷം നമുക്ക് പറയാം. വിരോധം തോന്നാം. അതുപോലെ തന്നെ ദിലീപിനും മഞ്ജു വാര്യരോടും വിരോധം തോന്നാനുള്ള കാരണങ്ങളുണ്ടാകാം. മഞ്ജു വാര്യർക്ക് ദിലീപിനോട് വിരോധം തോന്നണമെങ്കിൽ അതെന്തൊക്കെയാണ്? ആ കാരണം എന്ത് കാരണത്താൽ ഡൊമസ്റ്റിക് സാമ്പത്തിക പ്രശ്നം അവരെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. കുട്ടികളെ വളർത്തുന്നത് സംബന്ധിച്ചുള്ള തർക്കം വേണേൽ ഉണ്ടാകാം, എങ്ങനെ വേണേൽ ഉണ്ടാകാം. മഞ്ജുവിൻ്റെ രണ്ടാമത്തെ ഗർഭം അത് അലസിപ്പിക്കാനായിട്ട് ദിലീപ് ശ്രമിച്ചോ? അതെനിക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ മഞ്ജുവിൻ്റെ രണ്ടാമത്തെ ഗർഭം അങ്ങനെ മഞ്ജു വളരെ കത്തി നിൽക്കുന്ന സമയത്തെ സംഭവം ഉണ്ടാകുന്നത് സിനിമാരംഗത്ത് പല പ്രൊജക്റ്റുകളും അവരുടെ കൈവശമുണ്ട്. ഒരു രണ്ടാമത്തെ ഗർഭം ധരിക്കാൻ മഞ്ജു വാര്യർ ഒരിക്കലും ഇഷ്ടപ്പെട്ട് കാണില്ല. അത് ചിലപ്പോൾ ദിലീപ് അതിനെ അവരുടെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടും ഉണ്ടാവില്ല. അങ്ങനെ സംഭവിക്കാം. നമ്മളൊരു ഊഹാപോഹത്തിൻ്റെ അടുത്താണ്. നമുക്ക് ഏറ്റവും മികച്ച നടിയായിരുന്നു മഞ്ജു വാര്യർ. അവർ ദിലീപിനെ വിവാഹം കഴിച്ചതിന് പിന്നാലെ സിനിമയിൽ നിന്ന് അപ്രത്യക്ഷയായി. അവരുടെ അഭിനയ കഴിവിനെ ദിലീപ് അടിച്ചമർത്തുകയായിരുന്നു എന്ന തോന്നൽ, എന്ന ട്രോമ ഒരു പക്ഷേ മഞ്ജു വാര്യറിന് ഉണ്ടാകാം, ഉറപ്പായിട്ടും. പല നടീനടന്മാരുടെയും വിവാഹബന്ധം വേർപ്പെടുന്നതിൻ്റെ അടിസ്ഥാനമാണ്. ഇപ്പം നവ്യ നായർ ഓരോരുത്തരും വിവാഹം ആദ്യം കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് രണ്ടാമത് കെട്ടണ്ട, ഞാൻ ഒരു അടക്കമൊതുക്കുള്ള ഭാര്യയായിട്ട് ജീവിച്ചോളാമെന്നെല്ലാം പറയും. പക്ഷേ അതിനുശേഷം വീണ്ടും ഈ ഗ്ലാമർ കുറേ പ്രസവം കഴിഞ്ഞാൽ 2-3 പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പകിട്ടങ്ങ് പോകും, കല്യാണത്തിൻ്റെ പകിട്ടങ്ങ് പോകും. പിന്നെ റിയാലിറ്റിയിലേക്ക് വരികയാണ്. വീട്ടിൽ ചമ്മന്തി അരയ്ക്കണം, തുണി കഴുകണം, അല്ലെ തുണി ഭർത്താവിന് അടുക്കി കൊടുക്കും, ഇങ്ങനെയുള്ള. ശരിക്കും ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്? മഞ്ജുവിന് അങ്ങനെ ദിലീപിൻ്റെ ഭാര്യയായിരിക്കുന്ന സമയത്ത് അഭിനയിക്കാനുള്ള മോഹം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ 2-3 മക്കളായി കഴിഞ്ഞാൽ പിന്നെ അവരെ ഈ കൊട പിടിച്ച് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കും, മേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളും. അപ്പോൾ അവർ നേരെ ഇറങ്ങി വന്ന് അഭിനയത്തിലേക്ക് വരും. അങ്ങനെയാണ് ഒരു ഡിവേഴ്സ് ആയത്. മഞ്ജുവിൻ്റെ അബോർഷൻ അത് ദിലീപ് സമ്മതിച്ചില്ല. അപ്പം മഞ്ജുവിന് അത് അബോർഷൻ ചെയ്യണമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപും മഞ്ജുവുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറല്ല എന്നൊക്കെയുള്ള ലെവലിൽ മഞ്ജുവിന് പിന്നെ ചമ്മന്തി അരയ്ക്കാനും കുട്ടീനെ നോക്കാനും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു ഇറങ്ങിപ്പോയി ഒരു ഡിവേഴ്സ് ആയത്. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധമുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ശരിക്കും പൊട്ടത്തരം വിളിച്ചു പറയാൻ നിൽക്കരുത്. ഇവർ ഭാര്യയും ഭർത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം ഇണ്ടാത്രത്തോളം കാലം ഊഹാപോഹങ്ങൾ ആരെക്കുറിച്ചും പറയാൻ നിൽക്കരുത്, വേണ്ട അതിനവും പറയാൻ നിൽക്കരുത്. അങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അവരുടെ മാനസിക പൊരുത്തമില്ലായ്മയാണ് പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചത്. അതുമാത്രമല്ല മകൾക്ക് അച്ഛനോടാണ് ഇഷ്ടം. ഇപ്പോൾ ഇയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്, നോക്കൂ, മീനാക്ഷി ക്രൂരമായിട്ടാണ് മഞ്ജുവിനെ നോക്കുന്നത്, അതുപോലെ മഞ്ജുവിനെ എടുക്കുന്നത്. അത്രയും സ്ട്രൈക്ക് ആ കുട്ടിക്ക് ഉണ്ടാകണമെങ്കിൽ ആ കുട്ടി എന്തായിരിക്കും? ആ കുട്ടിക്ക് അത്ര ദേഷ്യമായിരിക്കും അമ്മയുടെ അടുത്ത്. അപ്പോൾ മീനാക്ഷി ഈ മഞ്ജു ആരുമായിട്ട് പ്രേമമുള്ള കാര്യം മീനാക്ഷിക്ക് ദിലീപ് ബോധ്യപ്പെടുത്തുക മാത്രമല്ല കണ്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് ആ കുട്ടിക്ക് അമ്മയോട് ഇത്രയും സ്ട്രൈക്ക് ദേഷ്യമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഒരാളെക്കുറിച്ച് നമ്മളിങ്ങനെ വേണ്ടാതിനും പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളെക്കുറിച്ച് പറയാൻ 10 പേര് വേറെയും ഉണ്ടാവുന്നു. നമുക്കൊരു വോയിസ് കേട്ട് നോക്കാം. തന്നെയുള്ള പല പ്രമുഖർ, ആ പ്രമുഖരുടെ കൈപ്പിടിയിലാണോ മഞ്ജു വാര്യർ? അതിലാരോടെങ്കിലും മഞ്ജു വാര്യറിന് എന്തെങ്കിലും തരത്തിലുള്ള അടുപ്പമോ പ്രണയമോ ഉണ്ടോ? ഇതൊരു പക്ഷേ ദിലീപ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കം ഇവരുടെ ഈ ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. മീനാക്ഷിക്ക് ഇതെല്ലാം അറിയുകയും ചെയ്യും. മീനാക്ഷിക്ക് ഇതെല്ലാം അറിയുകയും ചെയ്യുന്നുണ്ടാവും. അത് ഇപ്പം മീനാക്ഷിയുടെ കാര്യം പറയുമ്പോൾ, മീനാക്ഷി ഒരു നിലപാട് ശക്തമായ നിലപാടെ കൊച്ചെടുത്തു. അമ്മയ്ക്കെതിരായി പറയുമെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അങ്ങനെ എടുക്കണമെങ്കിൽ അതുപോലെ ഹാർഷായിട്ടുള്ള അനുഭവം ആർക്കുണ്ടായി? ആ കൊച്ചിനുണ്ടായി കാണും ചിലപ്പം. എന്നുവെച്ചാൽ ഈ പെരുമാറ്റം. ഇയാൾ എന്തൊക്കെ പറയുന്നേ?
അപ്പോൾ ആ കുട്ടിക്ക് ആ സമയത്ത് ആ കുട്ടിക്ക് എന്തറിയാം, ഇങ്ങനെ ഹാർഷായിട്ട് ആ കുട്ടിക്ക് ഇപ്പം അമ്മയുടെ അവിഹിതം ആ കുട്ടിക്ക് അറിയാമെന്നാണ് പറയുന്നത്. ആ കുട്ടിക്ക് അവിഹിതം അറിയാനുള്ള പ്രായമായിട്ടുണ്ടോ? ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ വൃത്തികേടാണ് പറയുന്നത്. ദിലീപ് പോലും പറയുന്നുണ്ടാവില്ല. ഇനി ദിലീപ് പറയട്ടെ, വിധി പകർപ്പ് കിട്ടിയ ശേഷം ദിലീപ് പറയട്ടെ. അപ്പോൾ നമ്മുടെ മഞ്ജു വാര്യർക്കും പറയാൻ വാക്കുകളുണ്ടാവും. മഞ്ജു വാര്യർക്ക് ദിലീപിൽ നിന്ന് എന്തൊക്കെ അനുഭവിച്ചു അതും പറയാനുണ്ടാവും. അത് രണ്ട് കൂട്ടരെയും കേട്ടത് കൊണ്ട് രണ്ട് കൂട്ടരെ വായിൽ നിന്ന് വന്നത് കേട്ടിട്ടാവണം നമ്മൾ ഇത്തരത്തിൽ വിമർശിക്കാൻ. അല്ലാതെ അങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ അവിഹിതം ഉണ്ടാകാം, കുട്ടി അങ്ങനെ കരുതിയിട്ടുണ്ടാകാം. ഇത് എന്ത് വർത്തമാനാണിത്? എന്തിനാണ് ഇങ്ങനെ ഒരാളെ കരിവാരത്തേക്കുന്നത്? ഇതിൻ്റെ ഇടയിൽ വരുന്ന മെസ്സേജും കമൻറ്റും ഇതൊക്കെ കാണണം നിങ്ങൾ. അത്രയധികം ദിലീപിനെയും പറയുന്നു, മഞ്ജു വാര്യരെയും പറയുന്നു, ഒപ്പം മീനാക്ഷിയെയും പറയുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ദിലീപ് കാരണം കുറേ ആളുകൾ അത്രയധികം പൊങ്ങിയിട്ടുണ്ട് അല്ലേ? അത്രയും ദിലീപ് സഹായിച്ച പോലെ വേറൊരു വ്യക്തികളും ഒരാളെയും സഹായിച്ചിട്ടില്ല. അത്രയധികം പേര് ഉയർത്തിയിട്ടുണ്ട് ദിലീപ്. ഹരിശ്രീ അശോകൻ, അങ്ങനെ കുറേ പേരെ, ഇപ്പോൾ നിവിൻ പോളിനെ, അങ്ങനെ കുറേ പേരെ സ്റ്റാർഡം പദവിയിലേക്ക് എത്തിച്ചത് ദിലീപ് കാരണം. ഇതേപോലെ തന്നെ ദിലീപ് കാരണം ഒരുപാട് പേരെ താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ താഴ്ത്തിയവരും അപ്പുറത്ത് പക പിടിച്ച് മൂർഖൻ്റെ പകയും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ചാൾക്കാരെ കൊടുമുടിയിൽ എത്തിക്കുകയും കുറച്ചാൾക്കാരെ താഴ്ത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. അങ്ങനെയുള്ള വ്യക്തി സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഭയങ്കര പൂച്ചയെ പോലെയായിരുന്നു എന്നും ഇയാൾ പറയുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ ആത്മവിശ്വാസം കളയാൻ വേണ്ടി മഞ്ജുവിന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പ്രമുഖർ എന്ന് പറയുന്നത് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്നുണ്ട്. മട്ടാഞ്ചേരി മാഫിയക്കാരും ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്കറിയില്ല. ഇയാൾ പറയുന്നതാണ് മട്ടാഞ്ചേരി മാഫിയ. അതിനോടൊപ്പം തന്നെ കുറേ ആൾക്കാരും ഇതിനോടൊപ്പം ഉണ്ട്, കുറേ പ്രമുഖരുണ്ട്. ആ പ്രമുഖരാണ് ഈ ദിലീപിൻ്റെ ഭാര്യയെ അവിഹിതത്തിലേക്ക് നയിച്ചിട്ട് ദിലീപിൽ നിന്ന് ആത്മവിശ്വാസം കുറപ്പിച്ച് ദിലീപിനെ അധം പതിപ്പിച്ചത് എന്ന് ഇയാൾ ഇവിടെ പറഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഇനി പൾസർ സുനി എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ പകർത്തിയത് സ്വന്തം ലാഭത്തിനായിരിക്കാം. ഇയാൾ 5 ലക്ഷം രൂപയ്ക്ക് വരെ ഈ കണ്ണി കണ്ട വീഡിയോസൊക്കെ എടുത്തിട്ട് ചില പെണ്ണുങ്ങളെടുത്തിട്ട് ഇയാൾ പൈസ മേടിച്ച ചരിത്രങ്ങളുണ്ട് ഇല്ലേ? മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ് ഈ നടന്മാരുടെ കാര്യങ്ങളൊക്കെ. മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവന കത്തിച്ചൊലിച്ച് നിൽക്കുന്ന ടൈമാണ്. ആ ടൈമിൽ ഭാവനയുടെ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്താ ഭയങ്കര ഇയാൾക്ക് കാശുണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ ഇയാൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഒന്നല്ലെങ്കിൽ ദിലീപിനെ വെച്ചിട്ട് ദിലീപിനോടും പറഞ്ഞ് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ ദിലീപിനെ വിറ്റ് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ ഭാവനയുടെ ഭാവി വരനെ പിടിച്ച് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ തിരക്കിയിട്ട് വിറ്റിട്ട് കാശുണ്ടാക്കാം. ഇങ്ങനെയും ഒരു വാദമുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ? നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. നീതി പക്ഷെ ഇവിടെ ദിലീപിനെ അങ്ങ് തൂക്കിക്കൊന്നെങ്കിൽ മാത്രമേ നീതി ലഭിക്കുള്ളൂ എന്ന് പറയുന്ന ചില തെറ്റായ ധാരണ പലരും മനസ്സിൽ വെക്കുന്നുണ്ട്. അത് ഒരിക്കലും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല സുഹൃത്തുക്കളെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയാലും ദിലീപിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് സാറേ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യം. ദിലീപിനെ തൂക്കിക്കൊല്ലണം. ദിലീപിനെ തൂക്കിക്കൊന്നെങ്കിൽ മാത്രമേ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ദിലീപിനെതിരെ തെളിവുകളുണ്ടെങ്കിൽ ദിലീപിനെ തൂക്കിക്കൊല്ലുക തന്നെ വേണം. എതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ വെറുതെ വിടണം. എത്രയേ ഉള്ളൂ. കോടതി വെറുതെ വിട്ട് കഴിഞ്ഞല്ലോ. ഇനി തെളിവുകൾ ആരെങ്കിലും സംഘടിപ്പിച്ച് വരട്ടെ. സോളിഡ് ആയിട്ടുള്ള തെളിവ് സംഘടിപ്പിച്ച് വരട്ടെ. ഇനി ചർച്ച ചെയ്യേണ്ടത് ദിലീപിനെ എന്തായാലും വിട്ടു കഴിഞ്ഞു. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? ദിലീപിനെ ആര് കുടുക്കാൻ നോക്കി, ആ ഒരു കെട്ടഴിക്കണം. അതാണ്. അല്ലെങ്കിൽ മഞ്ജു വാര്യർ പറഞ്ഞ ആ ഗൂഢാലോചന എവിടെ നിന്നും തുടങ്ങി, ആര് തുടങ്ങി എന്നത് നമുക്ക് തെളിയിക്കണം അല്ലേ? അപ്പോഴാണ് യഥാർത്ഥ കുറ്റവാളി പുറത്തു വരുന്നത്. ഇപ്പോൾ ഇയാൾ പറയുന്നുണ്ട് പണ്ടൊക്കെ പ്രായമായവരെ ഔട്ടാക്കുമായിരുന്നു, നടികളാക്കില്ലായിരുന്നു. മഞ്ജു വാര്യരെ ഇതുപോലെ നടിയാക്കി മാറ്റിയത് ഈ പ്രമുഖരാണ്. ഈ പ്രമുഖർ മഞ്ജു വാര്യരെ മുതലെടുക്കാനാണ്, അല്ലെങ്കിൽ മഞ്ജു വാര്യരെ അവിഹിതത്തിന് കൂട്ടു നിൽക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. പ്രായമുള്ളവരെ പ്രായമില്ലാത്തവരെ എന്നൊന്നുമില്ല. നല്ല അഭിനേത്രിയാണെങ്കിൽ അവരെടുക്കുക തന്നെ ചെയ്യും. ഇപ്പം മഞ്ജു വാര്യരുടെ അഭിനയം കണ്ടാൽ തന്നെ എല്ലാവരും കൈയടിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യർ ഉയർന്നത്. പണ്ടേ മുതലേ നമുക്കറിയാം. മഞ്ജു വാര്യർ ഓരോ സിനിമ എടുത്തു നോക്കിയാൽ അറിയാം. ആ ഒരു പങ്ക്ച്വൽ, ആ ഒരു നിൽപ്പും മഞ്ജു വാര്യരുടെ ഡയലോഗും മഞ്ജു വാര്യരുടെ ആ ഒരു കോൺട്രിബ്യൂഷനും ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യർ എന്ന നടി പണ്ടും ഉയർന്നത്. അന്ന് ദിലീപ് ഉണ്ടായിരുന്നില്ലല്ലോ, പണ്ടും ഉയർന്നത്. ദിലീപ് ഉണ്ടായിരുന്നു എങ്കിലും ഇവരിങ്ങനെ ഒരു ബന്ധമായിരുന്നില്ലല്ലോ. അതുകൊണ്ട്
ഇനി അപ്പോൾ പ്രായമുള്ളവർ ആ ഒരു ചിന്താഗതി തെറ്റാണ് കേട്ടോ. പിന്നെ മകളെ കിട്ടാൻ വേണ്ടി മഞ്ജു പോരടിച്ചില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഏതൊരു അമ്മയും സ്വന്തം മകളെ കിട്ടാൻ വേണ്ടി പോരടിക്കും, അത് ശരിയാണ്, അതെനിക്കും തോന്നുന്നുണ്ട്. മകളെ കിട്ടാൻ വേണ്ടി മഞ്ജു വാര്യർ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അല്ലെങ്കിൽ അത് മകൾക്ക് അച്ഛനോട് ഇഷ്ടമായിരിക്കാം, എങ്കിലും കൂടി സ്വന്തം മകളെ കിട്ടാൻ വേണ്ടി ഒരമ്മ കുറേ പൊരുതും. എന്നിട്ട് മകൾക്ക് ഇഷ്ടമില്ലാതെ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നു മാത്രം. പക്ഷെ മകളെ കിട്ടാൻ വേണ്ടി ഒരു കേസ് പോലും ഫയൽ ചെയ്തില്ല, അവിടുന്ന് സ്വയമേ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സിനോട് വെച്ചാൽ ഞാനൊരു അമ്മയായതുകൊണ്ട്. അപ്പോൾ അതിനേക്കാൾ പ്രാധാന്യം ഫിലിമിന് കൊടുത്തോ എന്ന് എൻ്റെ മനസ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് മഞ്ജു വാര്യരെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ആൻസർ തരേണ്ടതൊക്കെ ആര് തന്നെയാണ്? മഞ്ജു വാര്യർ. ഇനി വരും ദിവസങ്ങളിൽ മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ ആരും ഊഹാപോഹങ്ങൾ ചെയ്യേണ്ട, നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഇനി ഇൻ്റർവ്യൂവിൽ പറയുന്നത് ദിലീപ് പറഞ്ഞ ആ പ്രമുഖരുണ്ടല്ലോ, അതിപ്പോൾ ഇല്ല, അതുകൊണ്ട് ദിലീപ് തുറന്നു പറയാൻ പോകുന്നില്ല എന്ന്. ഇപ്പോൾ പുതിയ പ്രമുഖരാണ് രംഗത്ത് വന്നിരിക്കുന്നതെന്ന്. അതെങ്ങനെയാണ്? ദിലീപിനെ കൊടുക്കാനുള്ള പ്രമുഖർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് അവർ പോകുന്നത്? ഒക്കെ മഞ്ജുവിനെ വെച്ച് മുതലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നത്. ഓരോരുത്തരെയും പിച്ചി കീറി പരിശോധിച്ചാൽ മാത്രമേ നടിക്ക് നീതി ലഭിക്കുള്ളൂ എന്ന് പറയുന്നു. നടിക്ക് നീതി ലഭിക്കാൻ അങ്ങനെ തന്നെ ചെയ്യണം, ഓരോരുത്തരെയും പിച്ചി കീറി തന്നെ പരിശോധിക്കണം. മഞ്ജു വാര്യരെയാണെങ്കിലും ദിലീപിനെ ആണെങ്കിലും പൃഥ്വിരാജിനെ ആണെങ്കിലും ആരെയാണെങ്കിലും പിച്ചി കീറി നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ നടിക്ക് നീതി ലഭിക്കുകയുള്ളൂ. ഇത്രയും കാലം പിന്നെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പിച്ചി കീറുക തന്നെയില്ല. എന്നിട്ടും തെളിവുകളൊന്നും സംഘടിപ്പിക്കുന്നില്ല. ആരും സംഘടിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? ദിലീപിൻ്റെ കയ്യിലെ കാശ് കൊണ്ടാണോ? അറിയത്തില്ല, നമുക്കറിയില്ല. ഇനി പ്രമുഖരുടെ കയ്യിലെ കാശ് കൊണ്ടാണോ? അതും അറിയത്തില്ല. നമ്മൾ സാധാരണക്കാർക്ക് ഇതൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ നടത്താൻ മാത്രമേ പറ്റുകയുള്ളൂ. എന്താണ് ഇതിനടിയിൽ കൂടി സംഭവിക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. പക്ഷേ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ ഇവർ വന്ന് പറയുന്ന കാര്യങ്ങളും ഇവർ ചെയ്യുന്ന കാര്യങ്ങളും വെച്ചിട്ട് മാത്രമാണ് ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അല്ലാതെ ഊഹാപോഹങ്ങൾ വെച്ച് ഇവരാരും ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല, വേണ്ട അതിനെ പറയുകയില്ല. എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഞാൻ കേട്ട സംഭവം പൃഥ്വിരാജ് പറയുന്നതാണെങ്കിലും ദിലീപ് പറയുന്നതാണെങ്കിലും മഞ്ജു വാര്യർ പറയുന്നതാണെങ്കിലും അതാണ് ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ കൂടി ഞാൻ പുറത്തുവിടുന്നത്. ഓക്കെ, താങ്ക് യു.